ഞങ്ങളുടെ യൂട്യൂബിലൂടെയുള്ള സന്ദേശങ്ങൾ കേൾക്കുന്നവർ, ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ പരിചയപ്പെടുകയും ഞങ്ങളുടെ സന്ദേശങ്ങളിലൂടെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, പ്രാർത്ഥനാ സഹകാരികൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യമുള്ളവർ, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദാമിന്റെ മക്കൾ കായീനും ഹാബേലും. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ, സർവശക്തനായ ദൈവം തൻ്റെ കരപല്ലവങ്ങളാൽ വിരചിച്ചെടുത്ത കാവ്യകുസുമം എന്ന് വേണമെങ്കിൽ പറയാം. അനിത്യമായ മണ്ണും നിത്യമായ ആത്മാവും എന്ന പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് വസ്തുക്കളെ സർവശക്തൻ തൻ്റെ കരത്തിൽ വെച്ച് മണ്ണിനെ മാംസമാക്കി മാംസത്തിൽ ജീവനൂതി സൃഷ്ടിയുടെ മകുടമാക്കി മാറ്റിയ മനുഷ്യൻ അവന്റെ മസ്തിഷ്കത്തിനകത്ത് സകലത്തെയും തൻ്റെ കാൽക്കീഴാക്കുവാൻ അധികാരം നൽകി. സകലത്തിന്റെ മേലും ദൈവം അധികാരവും അനുവാദവും നൽകി. ഉൽപ്പത്തി 1:26-27, ഉൽപ്പത്തി 2:15, ഉൽപ്പത്തി 2:18. അവൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ടവനൊരു തക്ക തുണയായി സുന്ദരിയായ ഹവ്വയെ കൊടുത്തു, കഴിക്കാൻ ആഹാരം കൊടുത്തു, വസിക്കാൻ ഭൂമി കൊടുത്തു, ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. എന്നിട്ടും ആദാം പരാജയപ്പെട്ട ചരിത്രമാണ് ബൈബിളിന്റെ തുടക്കാധ്യായങ്ങൾ. രണ്ട് മക്കൾ കായീനും ഹാബേലും. അതിൽ നമ്മൾ പഠിക്കുന്നത് ഹാബേൽ കൊല്ലപ്പെട്ടു, കായീൻ ഓടിപ്പോയി എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പ്രസംഗിക്കുന്നു, കായീൻ ഓടിപ്പോയുമില്ല, ഹാബേൽ കൊല്ലപ്പെട്ടുമില്ല. രണ്ടുപേരും നമ്മുടെ നാട്ടിലുണ്ട്. ആരാണ് കായീൻ? അകത്ത് വിദ്വേഷവും അകത്ത് വൈരാഗ്യവും അകത്ത് അസൂയയും അകത്ത് പകയും വെച്ച് സ്വന്തം സഹോദരന്റെ കൂടെ ആരാധനയ്ക്ക് വരുന്ന, കൂടെ നടക്കുന്ന, കൂടെ ഭക്ഷിക്കുന്ന ആ വ്യക്തിയാണ് കായീൻ. ആരാണ് ഹാബേൽ? തന്റെ കൂടെ നിൽക്കുന്നവന്റെ അകത്ത് തന്നെ കൊല്ലാനുള്ള പകയുണ്ടെന്ന് അറിയാതെ, ഒരമ്മയുടെ ഉദരത്തിനകത്ത് പിറന്നവനാണല്ലോ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, തന്റെ കൂടെ ഫെലോഷിപ്പിന് യാഗമർപ്പിക്കാൻ വരുന്നത് എന്ന് മാത്രം ഓർത്ത് നിഷ്കളങ്കതയോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാഗപീഠത്തിനടുത്തേക്ക് യാഗത്തിന് പോകുന്ന വിശുദ്ധനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അതാരാണോ അതാണ് ഹാബേൽ. ആ ഹാബേൽ ഇന്നുമുണ്ട്, ആ കായീൻ ഇന്നുമുണ്ട്. ഞാൻ ഇങ്ങനെ പറയാനാണ് ഈ കൊച്ചു മെസ്സേജിന് സമയമെടുക്കുന്നത്. അകത്തെ കായീനും പുറത്തെ കായീനും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണുന്ന അപ്പൻ അകത്തും പുറത്തും ഒന്ന് തന്നെയാണോ? നിങ്ങൾ കാണുന്ന നൊന്ത് പ്രസവിച്ച അമ്മ അകത്തും പുറത്തും ഒന്ന് തന്നെയാണോ? ഇരു മെയ്യാണെങ്കിലും ഒരു മെയ്യാണെന്നും, ഞാൻ ഉണ്ടില്ലേലും നിന്നെ ഊട്ടുമെന്നും, ഞാൻ ഉടുത്തില്ലേലും നിന്നെ ഉടുപ്പിക്കുമെന്നും, അപ്പനെ അമ്മയെ വിട്ട് പറ്റിച്ചേരുമെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് കൈതന്ന് അല്ലെങ്കിൽ കഴുത്തിൽ കെട്ടിയ താലിയുടെ ഊഞ്ഞാലിൽ ആടി ഉറങ്ങുന്ന കുടുംബങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് അകത്തും പുറത്തും ഒരാൾ തന്നെയാണോ? നിങ്ങളുടെ ഭാര്യ അകത്തും പുറത്തും ഒരാൾ തന്നെയാണോ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അകത്തിരിക്കുന്ന ആളല്ല, പ്രകടനമായി പുറത്തു വരുന്നയാൾ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതാണ് അതരത്തിലൂടെ പുറത്തു വരുന്നത്. യേശുവിനോടൊരിക്കൽ പരീശന്മാർ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ ആഹാരം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ല പോലും. യേശു പറഞ്ഞു, പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നതല്ല അഴുക്ക്, എൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന അഴുക്ക്. എൻ്റെ കൂടെ നടക്കുന്നവന് നിസ്സാര എന്ന് നീ പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് യോഗ്യൻ എന്ന് താടി സുശേഷം 12-ാം അധ്യായത്തിലുണ്ട്. ഞാൻ ഇങ്ങനെ ഈ മെസ്സേജിൻ്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. 1000 മണിക്കൂറും 5 മണിക്കൂറും 2 മണിക്കൂറൊന്നും വേണ്ട, 5 മിനിറ്റും 6 മിനിറ്റും കൊണ്ട് അകത്തള മുഴുവൻ കത്തിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ഇവിടെ വ്യാപരിക്കുന്നത്. നിങ്ങളോട് ഇടപെട്ടവർ, നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങളുടെ കൈകൊണ്ട് പണം വാങ്ങിയവർ,
സ്നേഹത്തോടെ നിങ്ങൾ കൊടുത്ത ഭക്ഷണം വാങ്ങി കഴിച്ചവർ, നിങ്ങളുടെ കൂടെ അന്തി ഉറങ്ങിയവർ, ഒരുമിച്ച് യാത്ര ചെയ്തവർ, നിങ്ങളോട് ഹൃദയം കൊണ്ട് അവരുടെ അതിരത്തിലൂടെ പുറത്തു വന്നത് രണ്ടും ഒന്നായിരുന്നോ? സ്നേഹത്തോടെ ഇടപെട്ടവർ പലർ പിന്നെ ചതിയന്മാരായി മാറിയില്ലേ? വഞ്ചകന്മാരായി മാറിയില്ലേ? നിങ്ങളെ ദ്രോഹിക്കുന്നവരായി മാറിയില്ലേ? എന്തിനേറെ കേരളം കണ്ട ചരിത്രപരമായ ചില ക്രിമിനൽ കേസുകൾ അറിയില്ലേ? കൂടെ ഉറങ്ങിയവരെ മൂർഖൻ പാമ്പിനെ സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ച ചരിത്രം. അവർ ചെയ്തതോ ചെയ്യാത്തതോ എന്നുള്ള കേസിന്റെ വിധിയല്ല ഞാൻ പറഞ്ഞത്, പത്രവാർത്ത മാത്രമാണ് പറഞ്ഞത്. കൈക്കുമ്പിളിനകത്തിരുന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിച്ചവർക്ക് കഷായം കൊടുത്തു കൊന്നു എന്ന് പറഞ്ഞ കേസ്, അത് കൊന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ? പ്രണയിച്ചവളെ തെരുവിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചില്ലേ? കോളേജിന്റെ കാമ്പസിനകത്ത് കരുതി വെച്ചിരുന്ന കത്തിയെടുത്ത് കാമുകിയുടെ കഴുത്തിലൂടെ കയറ്റി ഇറക്കിയില്ലേ? ഇതൊക്കെ ഒരു കായിന്യാത്മാവ് എന്ന് പറഞ്ഞാൽ കായിനിൽ വ്യാപരിച്ച ഒരു ദുഷ്ടവ്യാപാരം, ഒരു ദുർശക്തി. കായിൻ കഴിഞ്ഞു, കായിന്റെ കാലം കഴിഞ്ഞു. പക്ഷെ ആ കായിന്റെ സ്പിരിറ്റ് ഇന്നും സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട്. സ്വന്തം സഹോദരനെ കൊല്ലാൻ മടിയില്ലാത്തവർ, അസൂയ പൂണ്ട് നിലത്ത് കിടന്ന കല്ലെടുത്ത് വെച്ച് ഇടിച്ചു കൊല്ലാൻ മടിയില്ലാത്തവർ, 5 സെന്റ് ഭൂമിക്ക് വേണ്ടി അപ്പനെ ചവിട്ടിക്കൊന്നവരും, കാതിലെ കമ്മലൂരിയെടുക്കാൻ അമ്മയുടെ കാത് വെട്ടിയെരിഞ്ഞവരും, സ്വന്തം വീടിന്റെ ഇരുമ്പ് വാതിലുകളും ഇരുമ്പ് ഗേറ്റുകളും കഷണിച്ച് പൊട്ടിച്ചെടുത്ത് ആക്രിക്ക് വിറ്റിട്ട് മദ്യപിച്ച ആൾക്കാർ വരെ, എത്രയെത്ര വാർത്തകൾ. എല്ലാം നമ്മളോട് പറയുന്നത് കായിൻ മരിച്ചിട്ടില്ല, കായിൻ തീർന്നിട്ടില്ല. പക്ഷെ അവൻ പുറമേ അഭിനയിക്കുന്നുണ്ടെങ്കിലും അകത്തൊരു സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയണം അകത്തെ കായിനെയും പുറത്തെ കായിനെയും. ഇത് നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വളരെ പ്രയോജനപ്പെടും. ബൈബിളില് പരിശുദ്ധാത്മാവ് ഒരു കൃപാവരം തരുന്നുണ്ട്, ഡിസേണിംഗ് സ്പിരിറ്റ്, വിവേചനവരം. ഇന്നത്തെ തലമുറയ്ക്ക് അതുണ്ടാകണം. ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം അതുണ്ടാകണം. രക്തബന്ധങ്ങളെ വരെ തിരിച്ചറിയണം. അവരിൽ വ്യാപരിക്കുന്ന ആത്മാവേതാണ്, അവരിലെ സ്പിരിറ്റ് ഏതാണ്. ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും ഒന്നു തന്നെയാണ്. ഉള്ളിലെ ഭാവവും പ്രകടിപ്പിക്കുന്ന സ്വഭാവവും ഒന്നു തന്നെയാണ് എന്ന് തിരിച്ചറിയണം. ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലസ് യു.